എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു വേദനകളും അനുഭവിക്കാതെ ജീവിക്കണം എന്നുള്ളതാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അവർക്ക് ഒരു വിഷമവും അനുഭവിക്കരുത്. അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതെല്ലാം അവർ പറയുന്നതിന് മുന്നേ തന്നെ എത്തിച്ചു കൊടുക്കാൻ ഇന്നത്തെ പാരൻസ് തയ്യാറാകുന്നുണ്ട്. എന്നാൽ ഇത് ശരിയായ രീതിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും അഡ്വേഴ്സിറ്റി കോഷ്യൻ്റ് എന്നുള്ള വലിയൊരു സ്കില്ല് ഇല്ലാതെ പോകുന്നു. ഐക്യു മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ SQ, AQ, EQ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. എന്താണ് അഡ്വേഴ്സിറ്റി കോഷ്യൻ്റ്? ഒരു പ്രോബ്ലം ഉണ്ടായാൽ അതിനെ ഓവർകം ചെയ്ത് തിരിച്ച് ലൈഫിലേക്ക് വരാൻ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. റെസീലിയൻസ് എന്ന ഒരു വലിയ സ്കില്ല് എല്ലാ കുഞ്ഞുങ്ങൾക്കും വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾ വീണ് അവർ സ്വയം എഴുന്നേൽക്കാൻ പ്രാപ്തരാകട്ടെ, എങ്കിൽ മാത്രമാണ് ഡെയിലി ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം അവർക്ക് ഓവർകം ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വൈകാരികമായ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും സാധിക്കാറില്ല. കറക്റ്റായിട്ട് ഇമോഷൻസിനെ പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാനും ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പറ്റാറില്ല. കരയാനും ചിരിക്കാനും അതുപോലെ ദേഷ്യം കാണിക്കാനും എല്ലാം കറക്റ്റായ സ്ഥലങ്ങളിൽ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്നു. ഇതെല്ലാം തന്നെ ഒരു അഡ്വേഴ്സിറ്റി കോഷ്യന്റിന്റെ ഭാഗമാണ്. സ്കൂളിൽ മാർക്ക് മേടിക്കണം, ഒന്നാമനാകണം എന്ന് മാത്രം പറഞ്ഞു കൊടുക്കാതെ പുസ്തകത്തിനപ്പുറമുള്ള ഒരു ലോകം കൂടി ഉണ്ടെന്ന് അവരെ പറഞ്ഞു കൊടുക്കണം. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ എങ്ങനെ വ്യക്തമായി അതിനെ ഫേസ് ചെയ്യണമെന്നുള്ളതും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വമാണ്. കുഞ്ഞുങ്ങളെ തോൽക്കാൻ അനുവദിക്കുക. തോൽക്കുന്നതിലൂടെയാണ് അവർ പല കാര്യങ്ങളും പഠിക്കുന്നത്. തോൽവിയെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നും അതിനെങ്ങനെ ഓവർകം ചെയ്യണമെന്നും നെക്സ്റ്റ് ടൈം എങ്ങനെ വിജയിക്കണമെന്നുമുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഈ തോൽവിയിലൂടെ പഠിക്കുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ തോൽവി എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയതാണ് ഓരോ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. അത് ഫേസ് ചെയ്യാൻ പറ്റാതെ പല കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യലേക്കൊക്കെ പോകുന്നതിൻ്റെ വൺ ഓഫ് ദ റീസൺ ഈ അഡ്വേഴ്സിറ്റി കോഷ്യന്റിന്റെ കുറവ് തന്നെയാണെന്ന് പറയാൻ സാധിക്കും. പഠനത്തിനപ്പുറം സ്വയം തിരിച്ചറിയുക, സെൽഫ് അവെയർനെസ് ഉണ്ടാവുക എന്നുള്ളത് ഓരോ കുഞ്ഞുങ്ങൾക്കും വളരെയധികം അത്യാവശ്യമായ കാര്യമാണ്. പഠിക്കുന്നതോടൊപ്പം തന്നെ സ്വയം തിരിച്ചറിയാനും ഓരോ കുഞ്ഞുങ്ങളെയും നമ്മൾ പ്രാപ്തരാക്കണം. അവരിലുള്ള സ്ട്രെങ്തിനെയും വീക്ക്നെസ്സസിനെയും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് സ്ട്രെങ്തിനെ ബൂസ്റ്റ് ചെയ്യാനും വീക്ക്നെസ്സസിനെ അതിനെ ചാലഞ്ചസ് ആയിട്ട് മാത്രം കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്യാനും നമ്മൾ ഓരോ കുഞ്ഞിനെയും പ്രാപ്തരാക്കണം. ക്രിറ്റിസിസത്തെ എടുക്കാനായിട്ട് ഓരോ കുഞ്ഞുങ്ങളെയും നമ്മൾ പഠിപ്പിക്കണം. എങ്ങനെയാണ് പോസിറ്റീവ് ക്രിറ്റിസിസത്തെ എടുക്കേണ്ടത് എന്നുള്ളത് അവരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് പലപ്പോഴും വഴക്ക് പറയുന്നതോ അല്ലെങ്കിൽ ഒരാൾ കളിയാക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് അവരെ കമൻറ്റ് ചെയ്യുന്നതോ ഒന്നും സഹിക്കാൻ പറ്റാതെ അവരവരുടെ പേഴ്സണാലിറ്റിനെ തന്നെ ബാധിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തുണ്ട്. പല കേസുകളും നമ്മളുടെ അടുത്ത് വരാറുമുണ്ട്. അപ്പോൾ അതിനെ ക്രിറ്റിസിസത്തെ പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനെ പ്രാപ്തരാക്കുന്നതോടെ ഈ അഡ്വേഴ്സിറ്റി കോഷ്യന്റ് വളരാനും സാധിക്കും. എങ്ങനെയാണ് അഡ്വേഴ്സിറ്റി കോഷ്യന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഒന്നാമതായിട്ട് കൺട്രോൾ. നമ്മുടെ ലൈഫിൽ ഒരു കാര്യത്തിലും നമ്മുടെ കൺട്രോളിലല്ല. അങ്ങനെ കൺട്രോളിലല്ലാത്ത പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അതിനെങ്ങനെ ഓവർകം ചെയ്യണമെന്നും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് റെസീലിയൻസ് എന്നുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഓണർഷിപ്പ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് മാറാൻ സാധിച്ചില്ലെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വം കൊണ്ടും നമ്മുടെ ഇനിഷ്യേറ്റീവ് കൊണ്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മൾ ഭയന്നിരുന്നിട്ട് കാര്യമില്ലല്ലോ. പഠിച്ചാലാണ് നമുക്ക് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ട് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അഡ്വേഴ്സിറ്റി കോഷ്യന്റ് വളരെയധികം അത്യന്താപേക്ഷിതമായ ഒന്നാണ്. മൂന്നാമതായിട്ട് റീച്ച്. എങ്ങനെയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഫ്യൂച്ചറിൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്ട്രെസ്സ് വളരെയധികം ഡിക്രീസ് ചെയ്യാനായിട്ട് സഹായമാവും. എന്നാൽ ഇതെല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതിനും അഡ്വേഴ്സിറ്റി കോഷ്യന്റ് വളരെയധികം അത്യാവശ്യമാണ്. നാലാമതായിട്ട് എൻഡുറൻസ്, സഹനശക്തി. അതായത് നമുക്ക് ഒരാൾ കഷ്ടപ്പാടിലാണെങ്കിൽ ഒരാൾ ബുദ്ധിമുട്ടിലാണെങ്കിൽ ഇത് എത്ര കാലം നീണ്ടുപോകുമെന്നുള്ളൊരു വിചാരം ഉണ്ടാവുമല്ലോ. ആ വിചാരത്തിൽ നമ്മൾ സഹിച്ച് നമ്മൾ ആ ഒരു കാര്യത്തെ ഫേസ് ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും ഒരു സ്കിൽ ആവശ്യമാണ്. അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഈ അഡ്വേഴ്സിറ്റി കോഷ്യന്റിന്റെ ആവശ്യം പ്രധാനമാണ്. ഓരോ കുഞ്ഞുങ്ങൾക്കും ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്. അതിനെ ഡെവലപ്പ് ചെയ്യേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കർത്തവ്യമാണ്.
അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഐക്യൂന് മാത്രം ഫോക്കസ് ചെയ്യാതെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഇമോഷണൽ ക്വസ്റ്റ്യൻ്റ് ആയിക്കോട്ടെ, സോഷ്യൽ ക്വസ്റ്റ്യൻ്റ് ആയിക്കോട്ടെ, അഡ്വേഴ്സിറ്റി ക്വസ്റ്റ്യൻ്റ് ആയിക്കോട്ടെ എല്ലാം വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം.